गुणायुक्तो यदि भवति शक्त प्रभवितुम् न चेदेवम् देवो न खलु कुशलः स्पन्दितुमपि अतस्त्वामाराध्याम् हरिहर विदिञ्जादिभिरभि प्रणन्तुम् स्तोतुम् वा कथमकृतपुण्यप्रभवति प्रणन्तुम् स्तोतुम् वा കഥമകൃതപുണ്യപ്രഭവതി. എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ നമ്മള് രുചകാദി യോഗങ്ങളെയാണ് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ രുചകയോഗത്തെ കുറിച്ചും ഭദ്രയോഗത്തെക്കുറിച്ചും ഹംസയോഗത്തെക്കുറിച്ചും പറയപ്പെട്ടു. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ മാളവ്യയോഗത്തിന്റെ ഫലത്തെക്കുറിച്ചാണ്. ആദ്യമായി നമുക്ക് മാളവ്യയോഗം സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ലഗ്നത്തിന്റെയോ ചന്ദ്രന്റെയോ കേന്ദ്രരാശികളിൽ ശുക്രൻ നിൽക്കുകയും, കേന്ദ്രം എന്ന് പറഞ്ഞാൽ ലഗ്നം 4, 7, 10 തുടങ്ങിയ രാശികളിൽ ശുക്രൻ നിൽക്കുകയും, ആ ശുക്രൻ നിൽക്കുന്നതായ രാശി ശുക്രന്റെ സ്വക്ഷേത്രങ്ങളായ ഇടവം തുലാം രാശികളോ ഉച്ചരാശിയായ മീനൻ രാശിയോ ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ നിർബന്ധം. ഉച്ചരാശിയായ മീനൻ രാശി, സ്വക്ഷേത്രമായ ഇടവം തുലാ രാശികൾ കേന്ദ്രരാശികളായിട്ട് വരികയും അതിലെവിടെയെങ്കിലും ശുക്രൻ നിൽക്കുകയും ചെയ്താൽ മാളവ്യയോഗം എന്ന് പറയുന്ന യോഗം സിദ്ധിക്കുന്നു. ഇതാണ് മാളവ്യയോഗ ലക്ഷണം. ഒരു ജാതകത്തിൽ മാളവ്യയോഗം ഉണ്ടോ എന്ന് ഇങ്ങനെയാണ് പരിശോധിക്കുക. അപ്പൊ അത് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേണേ ഒന്നുകൂടി പറയാം. ലഗ്നത്തിന്റെയോ ചന്ദ്രന്റെയോ കേന്ദ്രരാശികളിൽ ശുക്രൻ നിൽക്കുകയും ആ ശുക്രൻ നിൽക്കുന്നതായ രാശി ശുക്രന്റെ സ്വക്ഷേത്ര രാശിയോ ഉച്ചരാശിയോ ആയിട്ട് വരികയും ചെയ്താൽ ഈ ജാതകന് മാളവ്യയോഗം അനുഭവിക്കാനിടയുണ്ടെന്ന് നമുക്ക് പറയാം. ഇത്തരത്തിൽ മാളവ്യയോഗം സംഭവിച്ചാൽ അനുഭവിക്കേണ്ടതായ ഫലവിഷയത്തെക്കുറിച്ച് ജാതകാദേശത്തിൽ പറഞ്ഞ പ്രമാണങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഗീതപ്രിയോ രജതരത്ന പരിച്ഛദ സ്ത്രീ സദ്വസ്ത്രഭൂഷണയുതോ വിഷയോപഭോക്ത രാമാ മനോരമവപു കഭവാതശാലീ മാളവ്യജോ ഭവതി സപ്തതിവർഷജീവി. ഒന്നുകൂടി ചെല്ലാം. ഗീതപ്രിയോ രജതരത്ന പരിച്ഛദ സ്ത്രീ സദ്വസ്ത്രഭൂഷണയുതോ വിഷയോപഭോക്ത രാമാ മനോരമവപു കഭവാതശാലീ മാളവ്യജോ ഭവതി സപ്തതിവർഷജീവി. ഗീതപ്രിയോ രജത രത്ന പരിച്ഛദ സ്ത്രീ സത്വസ്ത്രഭൂഷണയുതോ വിഷയോപഭോക്ത രാമാ മനോരമവപു കഭവാതശാലീ മാളവ്യജോ ഭവതി സപ്തതിവർഷജീവി എന്നാണ് പ്രമാണം. മാളവ്യയോഗത്തിൽ ജനിക്കുന്നതായ വ്യക്തി ഗീതപ്രിയനായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗീതപ്രിയൻ എന്ന് പറഞ്ഞാൽ
സംഗീതാദി കലകളോട് വളരെയധികം അഭിരുചി കാണിക്കുന്ന പ്രകൃതമായിരിക്കുമെന്ന് അർത്ഥം. കലകൾ അറിയുക എന്നുള്ളത് മാത്രമല്ല, നല്ല ഒരു കലാസ്വാദകനാവാനുള്ള ലക്ഷണവും ഇത്തരം യോഗങ്ങളിൽ വന്നുവിടുന്നുണ്ട്. സംഗീതാദി സാഹിത്യജ്ഞാനം ശുക്രസ്യ എന്ന് പറയുന്നുണ്ട്. സംഗീതാദി സാഹിത്യ വിഷയങ്ങളൊക്കെ വിധിക്കപ്പെട്ട, അതായത് കാരകത്വം കൽപ്പിക്കപ്പെട്ട ഗ്രഹമായ ശുക്രനായതുകൊണ്ട് ശുക്രനിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു യോഗമാണ് മാളവ്യയോഗം എന്നുള്ളത് കൊണ്ട് തന്നെ കലാപരമായ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം കാണിക്കുന്ന അവസ്ഥ മാളവ്യയോഗക്കാർക്ക് ഉണ്ടെന്ന് വിധിക്കാം. അതാണ് ഗീതപ്രിയൻ. പിന്നീട് പറഞ്ഞത് രജത രത്ന പരിച്ഛദ സ്ത്രീ സദ്വസ്ത്ര ഭൂഷണങ്ങളോട് യുതനായ വ്യക്തിയായിരിക്കും എന്നാണ്. യുതൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക എന്നർത്ഥം. ഇത്തരം വസ്തുക്കളൊക്കെ ഉള്ള ആളാണ് എന്നർത്ഥം. അതെന്തൊക്കെയാ പറഞ്ഞതെന്ന് വെച്ചാൽ രജതം. രജതം എന്ന് പറഞ്ഞാൽ വെള്ളിയുടെ വസ്തുക്കളെയാണ് രജതം എന്ന് പറയാറുള്ളത്. നമ്മള് രജത ജൂബിലി എന്നൊക്കെ കേട്ടില്ലേ? ഗോൾഡൻ ജൂബിലി, രജത ജൂബിലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതേപോലെ രജതം എന്ന് പറഞ്ഞാൽ വെള്ളി എന്നാണ് അർത്ഥം. വെള്ളിയുടെ വസ്തുക്കള്, വെള്ളിയുടെ ആഭരണങ്ങള്, വെള്ളിയുടെ പാത്രങ്ങള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സിദ്ധിക്കാൻ ഇടയുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാം. രജത രത്നങ്ങള്, ധാരാളം രത്നങ്ങള് കൈവശം വരാനുള്ള യോഗമുണ്ട് എന്നർത്ഥം. രത്നങ്ങളും കയ്യിലുണ്ടാവും. രത്നം എന്ന് പറഞ്ഞാൽ ജാതം ജാതമേതുൽകൃഷ്ടം തദ്രത്നമിതി കഥ്യതേ. ഉത്കൃഷ്ടമായ പദാർത്ഥങ്ങളെയാണ് രത്നം എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പോ ഒരു ഭൗതിക ജീവിക്ക് ആവശ്യമായ, ജീവിതസുഖത്തിന് ആവശ്യമായ പലതരം വിലപിടിപ്പുള്ളതായ വസ്തുക്കളും വളരെ മൂല്യമുള്ളതായ പല വസ്തുക്കളും മാളവ്യയോഗക്കാരന് സിദ്ധിക്കാനിടയുണ്ട് എന്നർത്ഥം. രജത രത്ന പരിച്ഛദ, പരിച്ഛദങ്ങള്. പരിച്ഛദങ്ങള് എന്ന് ഉദ്ദേശിച്ചാൽ ഗൃഹോപകരണ സാധനങ്ങൾ എന്ന് ഒരു അർത്ഥം ഉണ്ട്. അതിൽ തന്നെ പ്രധാനമായി ശയനോപകരണ സാധനങ്ങളെ പരിച്ഛദങ്ങൾ എന്നുള്ള വാക്കുകൊണ്ട് പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ശയനോപകരണ സാധനങ്ങളായ കട്ടില്, കിടക്ക, തലയിണ തുടങ്ങിയതായ വസ്തുക്കളെല്ലാം ലഭിക്കാൻ ഇടവരുന്ന അർത്ഥം. ഒരു കുടുംബജീവിതത്തിന് ആവശ്യമായ വസ്തുക്കളെല്ലാം തന്നെ സിദ്ധിക്കുമെന്നർത്ഥം. രജത രത്ന പരിച്ഛദ സ്ത്രീ, സ്ത്രീകളോടുകൂടിയവനായിരിക്കും അർത്ഥം. അപ്പൊ ധാരാളം സ്ത്രീ സുഹൃത്തുക്കള് ഉള്ള ആളും വളരെ സൗന്ദര്യവതികളായ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കുന്ന വ്യക്തിയുമാണെന്ന് നമുക്ക് പറയാം. സദ്വസ്ത്ര, സത്തായിട്ടുള്ള വസ്ത്രങ്ങൾ, നല്ല നല്ല വസ്ത്രങ്ങൾ ലഭിക്കാൻ ഇടവരും. അപ്പൊ ധാരാളം വസ്ത്രങ്ങളൊക്കെ കിട്ടാൻ ഇടവരികയും, അഥവാ നല്ല വസ്ത്രത്തെ മാത്രം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നതായ ഒരു വ്യക്തിത്വത്തിന് ഉടമയുമായിരിക്കും. മറ്റുള്ള ആളുകളുടെ ഇടയിലേക്ക് ചെന്നാൽ നല്ല വസ്ത്രങ്ങളെ ധരിച്ചുകൊണ്ട് മാത്രമേ അങ്ങനെ ചെല്ലാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ചടങ്ങുകളിലൊക്കെ ആണെങ്കിൽ നല്ല വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ടേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കും അർത്ഥം. സദ്വസ്ത്ര ഭൂഷണയുതോ, ഭൂഷണത്തോടു കൂടിയവനുമായിരിക്കും. ഭൂഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അലങ്കാര വസ്തുക്കൾ. ഇപ്പോ ഒരു ദേവപ്രശ്നത്തിലൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആ ദേവന്റെ ഭൂഷണാദി വിഷയങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഭൂഷണങ്ങളുണ്ട്, ഭൂഷണങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഇപ്പോ വിഷ്ണുവൊക്കെ ആണെങ്കിൽ കിരീടം, മകുടം, മകരകുണ്ടലം, വനമാല, ശ്രീവത്സം, ശ്രീകൗസ്തുഭം തുടങ്ങിയ വസ്തുക്കളൊക്കെ ഭഗവാന്റെ ഭൂഷണങ്ങളാണ്. അതേപോലെ ഇത്തരത്തിലുള്ള ഭൂഷണങ്ങളോടുകൂടിയ അവസ്ഥ ഉണ്ടാവും എന്നർത്ഥം. രാജയോഗത്തിലൊക്കെ പറയപ്പെട്ടതുകൊണ്ട് കിരീടം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭൂഷണങ്ങളാണ്. അപ്പോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാജാവകാശത്തിന് തുല്യമായ പല
രാജചിഹ്നങ്ങളോടുകൂടിയ വസ്തുക്കളും ലഭിക്കാൻ ഇടവരും എന്നുള്ളത് നമുക്ക് ഭൂഷണയുതൻ എന്നുള്ള വാക്കിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. വിഷയോപഭോക്ത, വിഷയസുഖത്തെ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും അർത്ഥം. രാമാ മനോരമവപു കഭവാദശാലി. പിന്നീട് പറഞ്ഞത് രാമ മനോരമവപു. ഈ രാമൻ എന്ന് വെച്ചാൽ ഉള്ള അർത്ഥം മറ്റുള്ള ആളുടെ പ്രയാസത്തിനെ തീർക്കുന്നയാള്, അന്ധകാരത്തിനെ തീർക്കുന്നയാള് എന്നുള്ള അർത്ഥത്തെ കൽപ്പിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നർത്ഥം. ഇപ്പൊ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ പ്രധാനമായ ഒരു ലക്ഷണം വന്നുപെട്ട വ്യക്തിക്ക് മറ്റുള്ള ആളുകളുടെ പ്രയാസങ്ങളൊക്കെ തീർക്കാൻ കഴിയും എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നതിൽ തെറ്റില്ല. മനോഹരവപു, മനോഹരമായ ശരീരത്തോടുകൂടി ഇരിക്കുന്നവനായിരിക്കും. അതിൽ ഒരു പാഠഭേദമുണ്ട്. മറ്റു ചില ഗ്രന്ഥങ്ങളിൽ മനോരമവപു എന്നുണ്ട്. മനസ്സിനെ രമിപ്പിക്കുന്ന വിധത്തിലുള്ളതായ ശരീരത്തോടുകൂടിയവനായിരിക്കും എന്നർത്ഥം. മനസ്സിനെ രമിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ആകർഷണീയത തോന്നുന്ന വിധത്തിൽ ശരീര സൗന്ദര്യം ഉള്ള വ്യക്തിയായിരിക്കും എന്നർത്ഥം. നല്ല വശ്യത, കാണുമ്പോൾ തന്നെ വളരെ വശ്യത. നമ്മൾ ചില ആളുകളെ കൊണ്ടൊക്കെ പറയാറില്ലേ, അദ്ദേഹത്തിനോട് വേറെ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യണ്ട, അദ്ദേഹത്തിനോട് കണ്ടാൽ തന്നെ നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും പോകുന്നൊക്കെ തോന്നുന്ന ചില വ്യക്തിത്വങ്ങളില്ലേ. അത്തരത്തിൽ മറ്റുള്ള ആളുകൾക്ക് കാണുമ്പോഴേക്കും വശ്യത അനുഭവപ്പെടുന്ന ശരീരപ്രകൃതിയോടുകൂടിയവനായിരിക്കുന്നത്. കഫവാദശാലി, കഫപ്രകൃതിയോടും വാദപ്രകൃതിയോടും കൂടിയ ശരീരമായിരിക്കും. മാളവ്യജോ ഭവതി 70 വർഷജീവി. മാളവ്യയോഗം ഭവിച്ചാൽ അദ്ദേഹം 70 വരെ ജീവിക്കും. 70 വരെ ജീവിക്കും എന്നുള്ള വാക്കിന്റെ അർത്ഥം 70 വയസ്സായാൽ ഇദ്ദേഹം മരിച്ചു പോകും എന്നുള്ളതല്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 70 ആഘോഷിക്കാനുള്ളതായ യോഗം, മക്കളും ഒക്കെ ആയിട്ട് 70 ആഘോഷിക്കാനുള്ളതായ യോഗമൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് പറയാം. 70 എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് ദീർഘായുസിന്റെ ലക്ഷണമായിട്ടാണ്. പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഏതെങ്കിലും ഒരു യോഗം വന്നാൽ ആ വ്യക്തിക്ക് ദീർഘായുസ് ഉണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. കാരണം ഹംസയോഗത്തിൽ ചിരജീവി എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള യോഗങ്ങളിലൊക്കെ തന്നെ എന്താണ്, ദീർഘായുസിന്റെ കാര്യത്തെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഞ്ചമഹാപുരുഷ യോഗം സിദ്ധിച്ചാൽ ദീർഘായുസ് അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് നമുക്ക് പറയാവുന്നതാണ്. അതാണ് 70 വർഷജീവി. അപ്പോ ഈ പ്രമാണമാണ് ജാതകാദേശത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇതുവരെ നമ്മള് മറ്റ് യോഗങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഫലദീപിക കൂടി എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫലദീപികയിൽ പറയപ്പെട്ട ശ്ലോകവും കൂടി ഒന്ന് പ്രതിപാദിക്കാം. പുഷ്ടാംഗോ ധൃതിമാൻ ധനീ സുതവധൂ ഭാഗ്യാന്യുതോ വർദ്ധനോ മാളവ്യോ സുഖഭാഗ് സുവാഹനയശോ വിദ്വാൻ പ്രസന്നേന്ദ്രിയാ. പുഷ്ടാംഗോ ധൃതിമാൻ ധനീ സുതവധൂ ഭാഗ്യാന്യുതോ വർദ്ധനോ മാളവ്യോ സുഖഭാക്ക് സുവാഹനയശോ വിദ്വാൻ പ്രസന്നേന്ദ്രിയ എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. പുഷ്ടാംഗനായിരിക്കും, നല്ല പുഷ്ടിയോടുകൂടിയ ശരീരമുള്ള വ്യക്തിയായിരിക്കും എന്നർത്ഥം. ധൃതിമാൻ, ധൃതിമാൻ എന്ന് പറഞ്ഞാൽ ധൈര്യശാലിയായിരിക്കും, നല്ല ധൈര്യമുള്ള വ്യക്തിയായിരിക്കും. ധനി, ധാരാളം ധനത്തെ അനുഭവിക്കാൻ യോഗമുള്ള ആളായിരിക്കും എന്നർത്ഥം. ധനമെന്ന് ഉദ്ദേശിച്ചാൽ കേവലം കറൻസി മാത്രമല്ല, കുടുംബ സ്വത്തുക്കള്, മറ്റ് ധാരാളം ദ്രവ്യങ്ങള്, പദാർത്ഥങ്ങള്, ഇതൊക്കെ എന്താണ് ധനത്തിൽ ബന്ധപ്പെടുന്നതാണ്. ഭാഗ്യാന്യുതോ, ഭാഗ്യത്തോട് കൂടിയവനായിരിക്കും. സുതവധൂ ഭാഗ്യാന്യുത, സുതന്മാരെന്ന് പറഞ്ഞാൽ സന്താനങ്ങൾ, ധാരാളം സന്താനങ്ങൾ ഉണ്ടാവാൻ യോഗം ഉണ്ടാവുക, നല്ല ഭാര്യയെ അനുഭവിക്കാൻ യോഗം ഉണ്ടാവുക. ഭാഗ്യാന്യുതനും കൂടിയാണ്, ഭാഗ്യത്തോട് കൂടിയവനുമാണ്.
നല്ല ഭാഗ്യം ഉണ്ടാവും ജീവിതത്തിൽ. പല പല ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാൻ ഒരു വ്യക്തിക്ക് ആവശ്യമാണ് ഭാഗ്യം. അത്തരത്തിലുള്ള എല്ലാ ഭാഗ്യങ്ങളും കൈവരുന്ന വ്യക്തിയായിരിക്കും എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. വർദ്ധനോ, ധാരാളം അഭിവൃദ്ധി ജീവിതത്തിൽ അനുഭവിക്കാൻ യോഗമുണ്ടാകും. മാളവ്യോ സുഖഭാഗ്, മാളവ്യയോഗത്തിൽ ജനിച്ചാൽ സുഖഭാഗ്, സുഖത്തെ അനുഭവിക്കുന്നവനായിരിക്കും. സുവാഹനയശോ, നല്ല വാഹനങ്ങളും പുതിയ പുതിയ പുത്തൻ വണ്ടികളൊക്കെ വാങ്ങുക, നല്ല വാഹനം കൈവരിക, വലിയ വലിയ വാഹനങ്ങൾ, ആർഭാടത്തെ കാണിക്കുന്ന വാഹനങ്ങളൊക്കെ കയ്യിലെത്താനുള്ള യോഗമുണ്ടാവുക എന്നൊക്കെ നമുക്ക് അതുകൊണ്ട് പറയാം. യശസ്സും അതേപോലെ തന്നെ വളരെ സൽകീർത്തി ഉണ്ടാകും. വിദ്വാൻ എന്നാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. വിദ്വാൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നർത്ഥം. പല കാര്യങ്ങളെയും സാമർഥ്യത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഉള്ള ആളായിരിക്കും. പ്രസന്നമായ ഇന്ദ്രിയങ്ങളോട് കൂടിയവനും ആയിരിക്കും. ഇന്ദ്രിയങ്ങള് പഞ്ചേന്ദ്രിയങ്ങളാണ് ഉള്ളത്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന് പറയുന്നതാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ഇതൊക്കെ പ്രസന്നമായിരിക്കും. അതായത് നല്ല മൂക്കുകളും നല്ല കണ്ണുകളും സൗന്ദര്യത്തിന്റെ എല്ലാ വിഷയങ്ങളും പറയപ്പെട്ടത് കൊണ്ട്, നല്ല അംഗങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറയപ്പെട്ടത് കൊണ്ട്, ഇത്തരത്തിലുള്ള നല്ല ലക്ഷണങ്ങളോടുകൂടിയ കണ്ണ്, കാത്, മൂക്ക് തുടങ്ങിയവയോട് കൂടിയവനായിരിക്കും എന്ന് പറയാം. ഇതൊക്കെ പ്രസന്നവുമാണ്. പ്രസന്നവുമാണെന്ന് വെച്ചാൽ ഓരോ ഇന്ദ്രിയങ്ങൾക്കും വിധിക്കപ്പെട്ടിട്ടുള്ളതായ കർമ്മങ്ങൾ അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നവനായിരിക്കും അർത്ഥം. എങ്ങനെയെന്നാൽ നല്ല കേൾവിശക്തി, നല്ല കാഴ്ചശക്തി, ഇപ്പോ ഗന്ധങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന നാസികാശക്തി, ഇതുകളോടൊക്കെ കൂടിയവനായിരിക്കും എന്നും ഫലദീപികയിൽ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സാമാന്യേന മാളവ്യയോഗത്തിന്റെ ഫലങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മറ്റ് ഗ്രന്ഥങ്ങളിൽ വേറെ ഫലങ്ങളും പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും സമയക്കുറവ് കൊണ്ട് നമ്മള് ജാതകാദേശത്തെയും ഫലദീപികയെയും ഇവിടെ ഉദ്ധരിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മാളവ്യയോഗം എന്താണ് എന്നും മാളവ്യയോഗത്തിന്റെ ഫലം എങ്ങനെ വരും എന്നുള്ള കാര്യവും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശശയോഗത്തെക്കുറിച്ച് പറയാം. ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.